ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് പോയത്. ഒരു സ്പൂൺ വെള്ളം ഒരു ദിവസം കൊടുക്കുക, ഒരു ദിവസം ഒരു സ്പൂൺ വെള്ളം അങ്ങനെയൊക്കെ കൊടുത്തായിരുന്നു. രാജുവിന് കിടക്കണം, നമ്മൾ നിന്നിട്ട് ആ മാർക്കിംഗ് എല്ലാം മായ്ക്കണം. ലാസ്റ്റ് ഷോട്ട് എടുത്തിട്ട് പുള്ളി വീണതും ഒക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. അപ്പോൾ ബ്ലിസ്സേട്ടൻ്റെ കോൾ വന്നു, എല്ലാവരും ഒന്ന് ബ്ലിസ്സേട്ടൻ്റെ ടെൻറ്റിലോട്ട് വരാമെന്നുള്ളത്. ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും ഉണ്ടായെങ്കിൽ ഞങ്ങളെ ആളെ പിടിച്ചു കൊണ്ടുപോകും. എങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലും നമുക്കറിയില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നാടൻ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു വിഷുവിൻ്റെ അന്ന്. പക്ഷെ വേറെ രസം എന്ന് വെച്ചാൽ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ ഇതൊരു പ്രധാന വിഭവമായി മാറി. പുള്ളി പെട്ടെന്ന് അവിടുന്ന് ഓടി വരുന്നു, വണ്ടിയിൽ കയറി. അപ്പോൾ എന്ത് ചോദിച്ചു പറഞ്ഞു, ഇത് സമ്മതിക്കില്ല, ഇനിയോട് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 3-4 വണ്ടി പോയിട്ട് രാത്രി പോയിട്ട് ഫുള്ള് സാധനം പൊക്കിക്കൊണ്ടുവന്നു. കാരണം അവിടേക്ക് JCB വരില്ല, ക്രെയിൻ വരില്ല. എന്നിട്ട് അവിടേക്ക് വേണം ഈ ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം കൊണ്ടുവരാൻ. ഈ ഒരു വണ്ടി, ഈ കാറിൻ്റെ ബാക്കിൽ ട്രക്ക് പോലെയുള്ള കാറുണ്ട്, അതിൻ്റെ ബാക്കിൽ കുറേ വെള്ളം കൊണ്ടുവന്നിട്ടൊക്കെ ഞങ്ങൾ ടാങ്കിൽ കൊണ്ടുവന്നിട്ടൊക്കെ ഞങ്ങൾ കുറേ നേരത്തെ നിന്ന് ഒഴിക്കുകയും ചെയ്തു. പക്ഷെ അത് വർക്കൗട്ടായില്ല. ഇനി വേറൊരു സിനിമയ്ക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളത് ഡൗട്ടാണ്. വെൽക്കം ടു ഓൺലക്കസ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ആടുജീവിതം എന്ന മൂവിയുടെ ആർട്ട് ഡയറക്ടറാണ്. സർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുന്നേ വരെ ഈ സിനിമയുടെ പിന്നണിയിൽ നിന്ന ആളുകളെ പുറം ലോകം അറിയാതെ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റത്തിലേക്ക് വരികയാണ്, നിങ്ങളും അംഗീകരിക്കപ്പെടുകയാണ്, ആഘോഷിക്കപ്പെടുകയാണ്. എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷത്തിൽ? അത് ഇപ്പം ഈ ചോദിച്ചു ഞാൻ കുറേ കാലങ്ങൾ മുമ്പേ ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അത് സാധാരണ ജനങ്ങൾ അത് അറിയാറില്ല. അപ്പോൾ ഇതിന് പിന്നിലും ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി, അതിനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷ കാണിക്കാൻ തുടങ്ങി. അത് വളരെ നല്ലൊരു സൂചനയായിട്ടാണ് തോന്നുന്നത്. സന്തോഷമാണ്. എങ്ങനെയായിരുന്നു ഇപ്പം? എനിക്ക് തോന്നുന്നു ബ്ലെസ്സി സാറിന്റെ ഒരു 16 years ജേർണി ആണെന്ന് പറഞ്ഞു ആടുജീവിതം. സാർ ഏതൊരു സ്റ്റേജിലാണ് ഈ മൂവിയിലേക്ക് ജോയിൻ ചെയ്തത്? ഞാനൊരു 6 വർഷം മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അതിന് മുമ്പ് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോരോ പുരോഗമനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും സിനിമ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഞങ്ങളെപ്പോഴും ഫോണിൽ സംസാരിക്കും ഉള്ളതാണ്. ഞാൻ പുള്ളിക്ക് ഒരു അനുജനെ പോലെയാണ്, പുള്ളി എനിക്ക് ചേട്ടനെ പോലെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. ഞാൻ എപ്പോഴും ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അപ്പം അങ്ങനെ അത് ആ രീതിയിൽ അങ്ങനെ അറിയാറുണ്ട്. പിന്നെ സിനിമയിലെ ഇത് എൻട്രി ചെയ്തിട്ടുള്ള കാലം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പരിപാടിയാണെന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ ഗൗരവം നിനക്കില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ശരി, എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇതിലോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മീറ്റിംഗ് ഉണ്ടാവുമായിരുന്നു. മീറ്റിംഗ് കുറച്ചൊന്നല്ല, ഒരുപാട് മീറ്റിംഗ് ഉണ്ടാവും. എപ്പോഴും മീറ്റിംഗ് തന്നെ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഗുരുവായൂർ കൊച്ചിയിൽ ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളുടെ അടക്കം ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അത് വലിയ ചർച്ചകൾ, നേരം വിളിക്കണവരൊക്കെ ചർച്ചകൾ പോയിട്ടുണ്ട്. അങ്ങനെ വളരെ ആ സംസാരത്തിലെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു പവർ കിട്ടിയെന്നുള്ളതാണ്. നമുക്കൊരു നിസ്സാര പരിപാടിയല്ല എന്നുള്ളത് നമ്മളെ മനസ്സിലോട്ട് അത് കയറിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത പരിപാടി ലൊക്കേഷൻ നോക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിക്കലായിരുന്നു. പിന്നെ അടുത്ത നെക്സ്റ്റ് പരിപാടി. ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. ഏകദേശം ഇത്ര വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും നാൾ, ഈ ഒരു 6 വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാലയളവാണ്. എങ്ങനെയാണ് ഇത്രയും നാള് നിങ്ങളൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഇതിന്റെ ഇടയ്ക്ക് വന്നു, കൊറോണ വന്നു, ഡെസേർട്ടിൽ നിങ്ങൾ പെട്ടുപോയൊരവസ്ഥ വന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്? അത് ഒന്നാമത് നമുക്ക് ഈ കാലാവസ്ഥയുടെ ഓരോ ഷെഡ്യൂളും നമുക്ക് എല്ലാം ഒരുമിച്ച്, ഈ സിനിമ ഒരിക്കലും ഒരുമിച്ച് തീർക്കാൻ പറ്റില്ലായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ പർട്ടിക്കുലർ ടൈമിലുണ്ട്. ജോർദാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ജോർദാനിൽ ഒരു 2 മാസമുണ്ട്. ആ ടൈമിൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര കൊടും തണുപ്പായിരിക്കും. പിന്നെ ഈ ടൈം കഴിഞ്ഞ് അടുത്ത് കൊടും ചൂടായിരിക്കും. ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. അപ്പോൾ ഓരോ വർഷം ഈ 2 മാസമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക.
ആ 2 മാസം നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഷെഡ്യൂൾ എന്നുള്ള സാധനം നമുക്ക് അറിയാം. പക്ഷെ കൊറോണ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു 2 വർഷം പെൻഡിങ് ആയിപ്പോയി എന്നുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഷെഡ്യൂൾ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്. എനിക്ക് തോന്നുന്നു ഈ ഡെസേർട്ട് ജോർദാനിൽ കൊറോണയുടെ സമയത്ത് നിങ്ങൾ എല്ലാവരും അവിടെ ലോക്കായിട്ട് ഇങ്ങോട്ട് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു ശരിക്കും അന്നത്തെ ആ ഒരു സിനാരിയോ ഒന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അന്ന് സാധാരണ നമ്മളെപ്പോഴും പോകാറ്, അതിന് മുമ്പും 2 ഷെഡ്യൂൾ പോയതാണ്. പോകുമ്പോൾ തന്നെ എനിക്കെന്തോ മനസ്സിനെന്തോ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു, എന്തോ ഒരു അപകടം മണക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് പോയത്. പണ്ട് ഗൾഫുകാരൊക്കെ പോകുമ്പോൾ കരഞ്ഞിട്ടൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോലെ ഞാൻ കരഞ്ഞിട്ടൊക്കെയാണ് പോയത്. അപ്പം മാത്രം കേട്ടോ, അതിന് മുമ്പൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നമാണല്ലോ തോന്നിയത്. പിന്നെ അവിടുന്ന് ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ആണ് ഈ പ്രശ്നം വന്ന് മൊത്തത്തിൽ ലോക്കായിട്ടുള്ള ഒരു. അപ്പോൾ അത് ഞങ്ങൾ സാധാരണ ലൊക്കേഷനിലേക്ക് ഷൂട്ടിങ്ങിന് പോകുന്ന പോലെ ഞങ്ങളെല്ലാം രാവിലെ റെഡിയായി. പക്ഷേ വണ്ടികളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു, വണ്ടികളൊന്നും ആരും കയറുന്നില്ല, ഇറങ്ങുന്നില്ല, ഡ്രൈവേഴ്സ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ബ്ലിസ്സേട്ടൻ്റെ കോൾ വന്നു, എല്ലാവരും ഒന്ന് ബ്ലിസ്സേട്ടൻ്റെ ടെൻറ്റിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ബ്ലിസ്സേട്ടൻ്റെ ടെൻറ്റിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ബ്ലിസ്സേട്ടൻ ആകെ ഭയങ്കര അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിങ് നിർത്തിവെച്ചു, ലോക്ക്ഡൗൺ ആണ്, ഇവിടെയും ലോക്ക്ഡൗൺ ആണ്, നമുക്കിനി എന്ന് പോകാൻ പറ്റില്ല, ചിലപ്പോൾ 6-7 മാസം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷം വരെ എടുക്കാം എന്ന് പറഞ്ഞു. അത് വലിയൊരു ഇടിത്തിയായിട്ട് നെഞ്ചിൽ വന്നത്. കാരണം ആ ഒരു ടെൻഷൻ, പെട്ടെന്നൊരു ടെൻഷൻ കയറി വന്നു. അത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു രാജ്യത്ത് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സംഭവം നമ്മൾ തൊട്ട് തലേന്ന് വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുറേ വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട്. ചൈനയിൽ ആൾക്കാർ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീഴുന്നു, ആംബുലൻസ് വരുന്നു, കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെയാണ് വിഷ്വലാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ഈ 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ അവിടെ കിടന്നാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, പിന്നെ ഞങ്ങളെല്ലാവരും പിടിച്ചു കൊണ്ടുപോകും, എവിടെയും കൊണ്ടുവിടും, പരസ്പരം എന്താന്ന് പോലും ആ ചിന്തകളൊക്കെ വന്നു. അപ്പോൾ ആ ഒരു സമയം ഭയങ്കര, ആദ്യത്തെ ഒരു 2-3 ആഴ്ച ഭയങ്കര ടെൻഷനായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും ആർമി വരും. ആർമി വന്ന് ഞങ്ങളെ ഓരോരുത്തർ പേരൊക്കെ വിളിച്ച് ഇങ്ങനെ വരിയായിട്ട് നിർത്തും. അപ്പോൾ അവരുടെ ഡോക്ടേഴ്സ് വരും, അവർ ഞങ്ങളെല്ലാവരും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ഇത് ഡെയിലി ആയിരുന്നു. അതും വലിയ ടെൻഷനായിരുന്നു. കാരണം ഈ ആർമി വന്നിട്ട് ഈ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായെങ്കിൽ ഞങ്ങളെ ആളെ പിടിച്ചു കൊണ്ടുപോകും. എങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ അങ്ങനെ ഉണ്ടായി. പിന്നെ ലാൽ സാറൊക്കെ വിളിച്ച് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ ഇവരൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ കുറച്ചും കൂടി ഒന്നും നമ്മളൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു സാധനം മനസ്സിൽ വന്നു. പിന്നെ അവിടെ നിന്ന് മുതൽ പിന്നെ ഞങ്ങൾ കുറച്ച് ജോലിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് ആ ടെൻഷൻ മാറി. പക്ഷെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ ആ ടെന്റിന് വെളിയിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇറങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങളെ നോക്കാൻ വേണ്ടി ആ ഏരിയയിൽ ഒരു ആർമി വണ്ടി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ആരെങ്കിലും പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം വരും. അപ്പോൾ തോക്കും പിടിച്ച് മുകളിൽ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ. അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ ബാക്കിൽ ഒരു വലിയൊരു മലയുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലൊക്കെ ഇങ്ങനെ ഒരു വൈകിട്ട് സമയങ്ങളിൽ ഒരു 6 മണി സമയത്തൊക്കെ ഞങ്ങൾ മെല്ലെ മല കയറുമ്പോൾ അപ്പോഴും വരും അവർ നേരെ വന്നിട്ട് മുകളിൽ വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ എയിം ചെയ്ത് നിൽക്കും തോക്കും. അപ്പോഴും ഞങ്ങളെ ലോക്കൽ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ വണ്ടിയും കൊണ്ട് കൂടി വന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് കയറ്റിയിട്ട് കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആയി. പിന്നെ ക്രിക്കറ്റ് കളി, ലൂഡോ കളി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് വിഷു വന്നു. വിഷു ഞങ്ങൾ വിഷു കണിക്ക് ഉണ്ടാക്കി. അപ്പോഴും ഞങ്ങളൊക്കെ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നു. വിഷു കണിക്ക് ഉണ്ടാക്കി, ഒരു തുണി കൊണ്ട് പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് വിഷു കണിക്കൊന്ന പൂവൊക്കെ ഉണ്ടാക്കി. അത് രാവിലെ കൊണ്ട് കാണിച്ചു. പിന്നെ അടുത്ത ദിവസം ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പ്രദർശനമൊക്കെ നടത്തി. അങ്ങനെയൊക്കെ കുറച്ച് എൻജോയ് ചെയ്തു. ആ കെയോസിന്റെ ഇടയ്ക്ക് കുറച്ച് സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചു. ഞങ്ങളെ പരസ്പരം ഞങ്ങളങ്ങനെ അത് ബസ്സിയായിട്ട് ഞങ്ങളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രാജു ആയിരുന്നു ശരി, ഞങ്ങളിങ്ങനെ നമ്മൾ
ഒന്നുകൂടി മാറണം, നമുക്ക് ധൈര്യം വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അവിടെ കാര്യം അവിടെ ഫുഡൊക്കെ ഒന്നും കുഴപ്പമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ വിഷുവിന് ഞങ്ങൾ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 5 കിലോ അരി ഞങ്ങൾ നമ്മുടെ നാടൻ അരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആർട്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നാടൻ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു വിഷുവിൻ്റെ അന്ന്. ചമ്മന്തിയൊക്കെ അരച്ചുണ്ടാക്കി, സേമിയ പായസം ഉണ്ടാക്കി. അപ്പോൾ സേമിയ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല, ജോർദാനൊക്കെ എന്താണ് അവരെ ഡോക്ടർ പ്രൊട്ടക്ഷൻ ആക്കരുത്, നമ്മൾ സേമിയ വേണം പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ നെറ്റിൽ നിന്ന് ഇങ്ങനെ പിക്ചറൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് സാധനം, ഇത് കിട്ടുമോ ചോദിച്ചു. അപ്പോൾ അവരത് സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വിഷുവിന് ഞങ്ങൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി. പക്ഷെ വേറെ രസം എന്ന് വെച്ചാല് പിന്നെ ആ റെസ്റ്റോറൻറ്റില് ഇതൊരു പ്രധാന വിഭവമായി മാറി ഈ സേമിയ പായസം. നമ്മൾ ഇവിടെ കൊണ്ട് അവിടെ ഇനിയിപ്പോ ഇപ്പൊ അവിടുത്തെ പ്രെയിൻ സാധനം ഇപ്പൊ അത് സേമിയ പായസം ആയിരിക്കും. അങ്ങനെയാണ് ജീവിതം നമ്മൾ എടുത്തത് കൊണ്ട് ജോർദാൻകാർക്ക് സേമിയ പായസം. ഓക്കെ. അപ്പം ഈ മൂവിയിൽ ഇപ്പം നമ്മൾ ജോർദാനിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ആർട്ട് സപ്ലൈസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എല്ലാം കൊണ്ടുപോകണോ ചെയ്യുന്നത്? അല്ല, അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മെയിൻ ടെൻറ്റിൽ മസറ ഉണ്ട്, ഈ നജീബിൻ്റെ ഈ കഫീൽ താമസിക്കുന്ന മസറ. അപ്പോൾ ആ മസറയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ രോമം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടില്ല, അത് സൗദിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു അത്. എന്നിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ മുളന്തുരുത്തിയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ഇരുന്നിട്ട് ഇതെല്ലാം തുന്നി ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ മുളന്തുരുത്തി ഗ്രൗണ്ടിൽ ഞങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്തു, ഈ മസറ സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എല്ലാ സാധനം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് ആ മസറയുടെ ക്ലോത്ത് അങ്ങനെ കൊണ്ടുപോയി. ബാക്കിയുള്ള സൈഡ് മറയും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഈ ലോക്കൽ പ്രൊഡക്ഷൻ്റെ ആൾക്കാരായിട്ട് ഞങ്ങൾ എപ്പോഴും മീറ്റിംഗ് ചെയ്യും, ഓൺലൈൻ മീറ്റിംഗ് എപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ അങ്ങനെ തന്നെ സംശയം ചോദിക്കും, നമ്മളതിനെ തിരുത്തി കൊടുക്കും. ഇങ്ങനെ ഒരു മീറ്റിംഗ് എപ്പോഴും ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നില്ല. ജോർദാൻ പൈനീഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു അവർ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ എപ്പോഴും മീറ്റിംഗ്. അപ്പോൾ ഇത് ചെന്നു ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഷൂട്ടിനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളൊക്കെ ഒരു 10-15 ദിവസം മുമ്പ് ഞങ്ങൾ പോയി, ഞങ്ങൾ ആർട്ടിൻ്റെ ഭാഗം നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം അവിടെ ഈ മസറ സെറ്റ് ചെയ്യണമെങ്കിൽ അത് വാദിറാം എന്ന മരുഭൂമിയിലാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് അമ്മാനാണ് ജോർദാൻ തലസ്ഥാനം. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്, എയർപോർട്ട് സ്ഥലങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അവിടേക്ക് ഈ മസറ ഫിറ്റ് ചെയ്യാനുള്ള മരങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു അവിടെ മരങ്ങളൊന്നുമില്ല, അത് കിട്ടില്ല, ഒരു രക്ഷയില്ല, ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മരങ്ങൾ കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ അവിടുത്തെ കുറേ അന്വേഷിച്ച് നടന്നു. നമ്മളെ പരിപാടിയൊക്കെ മലയാളി പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നോക്കി ഒരു രക്ഷയില്ല. നോക്കിയപ്പോൾ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഈ സാധാരണ ജോർദാനിൽ മരങ്ങളൊക്കെ വെട്ടണമെങ്കിൽ ഗവൺമെൻറ് പെർമിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം ചെയ്തുകൊണ്ട് ഒരു 3 അടി ഹൈറ്റ് നിർത്തിയിട്ട് ബാക്കി എല്ലാ മരങ്ങളും ആ ഹൈറ്റ് നിർത്തിയിട്ട് ബാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തോളം പറഞ്ഞു. വേറെ ഞങ്ങൾ വേഗം കട്ട് ചെയ്ത് രാത്രി സാധനം കട്ട് ചെയ്ത് 3 കണ്ടെയ്നറിലാക്കിയ സാധനം മരുഭൂമിയിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഈ മരങ്ങൾ കിട്ടി. അതിപ്പോൾ ഈ കുറച്ച് ഈ ഒട്ടകത്തിൻ്റെ കൂടുണ്ടാക്കാനും ഈ മസറ താങ്ങി നിർത്താനൊക്കെ ഉള്ള സാധനങ്ങളേ ഉള്ളൂ. പിന്നെ നമുക്കവിടെ ഇത് വേണം, ഈ ആടുകളുടെ കൂടാരം പഴം കണ്ട അറിയാൻ മനസ്സിലാവും. ആടുകളുടെ കൂടാരം ഉണ്ടാക്കാൻ അത് പനായുടെ തണ്ടുകൊണ്ട് വേണം ഉണ്ടാക്കാൻ. ഈന്തപ്പഴത്തിൻ്റെ ആ പനയുടെ തണ്ടുകൊണ്ട് വേണം അത് ഉണ്ടാക്കാൻ. അവിടെ നോക്കിയപ്പോൾ ജോർദാനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബ് രാഷ്ട്രമാണെങ്കിലും ഒക്കെ ആണെങ്കിലും അവിടെ ഈ ഇങ്ങനത്തെ ഒരു ഈന്തപ്പന ആ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അങ്ങനെ പരിപാടിയൊന്നും ആ ഒരു ഡ്യൂൺസിലില്ല, ആ മരുഭൂമിയിലില്ല. അപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ ഒരു ലോക്കൽ പ്രൊഡക്ഷനിൽ തന്നെ ഈ ബദുവിൻസ് ഉണ്ട് അവിടെ. ഈ ബദുവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഡെസേർട്ടിൽ താമസിക്കുന്ന, അത് അവരുടെ ഒരു സ്ഥലം, ഡെസേർട്ടാണ് അവരുടെ ലോകം. അവിടെ ടെൻ്റ് കെട്ടി താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരാണ് അവിടുത്തെ ലോക്കൽ വണ്ടികളൊക്കെ ഓടിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ വണ്ടി മാത്രമേ അവിടെ ഓടാൻ സമ്മതിക്കുള്ളവർ, വേറെ പുറത്തുനിന്ന് വണ്ടിയും സമ്മതിക്കില്ല. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കക്ഷി പറഞ്ഞു, ഇങ്ങനൊരു ഫാമുണ്ട്, ഒരു അറബിയുടെ ഫാമാണ്, പക്ഷേ അയാൾ ഭയങ്കര ദേഷ്യക്കാരാണ്, കിട്ടുമെന്നറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ പോയി പിന്നെ ഈ നമ്മളെ
നമ്മൾ സാധാരണ പുറത്തൊരു ആൾക്കാരെ അവർ പെട്ടെന്ന് പുറത്തോട്ട് അവരെ ഒരു അറബികളുടെ വീട്ടിലോട്ട് നമ്മൾ അല്ലെങ്കിൽ സ്ഥലത്തോട്ട് നമ്മളൊക്കെ പെട്ടെന്ന് കയറ്റില്ല. ആദ്യം ലോക്കൽ ആള് ചെന്നിട്ട് സംസാരിച്ച് പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം നമ്മളെ ഇറക്കുള്ളൂ, അതുവരെ നമ്മളെ ഇറക്കില്ല. അപ്പോൾ ഇവർ പോയി കാര്യങ്ങൾ ഈ പനയുടെ ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഈ പനയുടെ ഈ തണ്ട് ഇയാളെ ഫാമിൻ്റെ ബാക്കിൽ മതിലിന് വെളിയിൽ കിടന്നുണങ്ങി ആശയെ ദ്രവിച്ച് പോകുന്ന കുറേ ഒരു നമുക്ക് വേണ്ട അത്രയും സ്ഥലം മല പോലെ കിടപ്പുണ്ട്. ഞാനാ കണ്ടു ചെന്നപ്പോ ഞാനൊക്കെ നോട്ട് ചെയ്തു. നമ്മളെ ജോലി അതാണല്ലോ. അപ്പൊ അത് അറബിയുടെ അടുത്ത് ചോദിച്ചു. ഇവര് ഈ പുള്ളി വന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, അറബിയിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. പുള്ളി പെട്ടെന്ന് അവിടുന്ന് ഓടി വരുന്നു, വണ്ടിയിൽ കയറി. അപ്പോൾ എന്താ ചോദിച്ചു പറഞ്ഞു. പുള്ളി സമ്മതിക്കില്ല, ഇനിയോട് നിന്നാ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്നാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തിരിച്ചു പോന്നു. പക്ഷെ എനിക്ക് മനസ്സമാനമില്ല, നമ്മൾ അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് ഈ സാധനം കിട്ടാണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ധൈര്യം ഉണ്ടോ, നമുക്ക് രാത്രി വീട് ഒന്ന് പൊക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശരി എന്നാണ്. ഞങ്ങളൊരു 3-4 വണ്ടി പോയിട്ട് രാത്രി പോയിട്ട് ഫുള്ള് സാധനം പൊക്കിക്കൊണ്ടുവന്നു. രാത്രി 2-3 ട്രിപ്പ്. അവരറിഞ്ഞിട്ടില്ല. അറിഞ്ഞപ്പോ വെടിച്ചു കൊല്ലും ഉറപ്പാണ്. അപ്പൊ നമ്മൾ പക്ഷെ കിട്ടാതെ പറ്റില്ല, ആ സാധനം കിട്ടിയേ പറ്റൂ. അങ്ങനെ ആ സാധനം കൊണ്ടുപോകണം നമ്മുടെ ആടുകളുടെ ആ ഉണ്ടാക്കിയത്. അപ്പൊ അവരത് അറിഞ്ഞതേ ഇല്ല, അവരറിഞ്ഞിട്ടില്ല. അവർക്ക് അത്രയും പോലും അവർക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് അത്. ആ ഫാമിന്റെ ബാക്കില് മതിലിന് വെളിയിൽ കിടക്കുന്ന സാധനമാണ്. അത് പോയാലും അവിടെ കിടന്നാലും പോലും പുള്ളിക്ക് അത് അറിയാൻ പോകുന്നില്ല. എന്തോ പുള്ളി തരില്ല എന്നൊരു പിടിവാശിയാണ്. പക്ഷെ അത് എന്താ വെച്ചാൽ പുള്ളിക്ക് അറിയാൻ പറ്റില്ല, ഒരുപാട് ദൂരെയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം പുള്ളിയുടെ ഫാം എന്ന് പറഞ്ഞാൽ ഏകദേശം റോഡിനോട് അത്രയും കുറച്ച് അടുത്താണ്. ഞങ്ങളൊക്കെ ഉള്ളത് അവിടുന്ന് ഒരുപാട് ദൂരോട്ട് പോയിട്ടാണ്. ഞങ്ങളെ ഈ സെറ്റ് ഇട്ട സ്ഥലത്ത് ഒരുപാട് ദൂരമുണ്ട് ഇവിടേക്ക്. അതുകൊണ്ട് പുള്ളി അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, സാധനം പോയവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തറ്റം വരെ പോയേ പറ്റൂല്ല, വേറെ മാർഗമില്ല. അത് നമ്മുടെ നാട്ടിലാണ്, ഇത് വേറെ അന്യ രാജ്യത്ത് പോയിട്ടാണോ. നമുക്കിപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സാധനം ചെയ്യണമെങ്കിൽ ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ ഒരു കൊട്ടാരം പണിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മൊത്തം ആൾക്കാരെ വിളിച്ച് ഇന്ന് വിളിച്ചാൽ നാളെ ഇന്ന് രാത്രി കയറി വരാൻ ജോലിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അവിടെ അതല്ല, നമ്മളെ ജോലി ചെയ്യാൻ നമ്മൾ ചെന്ന നമ്മളെ കൂടെ ഉള്ള ഞാനും എൻ്റെ കൂടെ ഉള്ള 6 പേര് മാത്രമേ ഉള്ളൂ. അത്രയും ചെറിയ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് വേണം ഞാൻ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ. അതിൻ്റെ ഒരു ഇച്ചിരി ഓവർ ജോലി എടുക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥ വലിയൊരു ഘടകമായിരുന്നു നമ്മുടെ ജോലിയില്. ഏറ്റവും അധികം ഒരു റിയലിസ്റ്റിക്, നമുക്ക് ഈ ഒരു മൂവി നോക്കുകയാണെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഒരാളുടെ ഒരു ജീവിച്ച തീർത്ത ജീവിതം നമ്മൾ അതേപോലെ കാണിക്കുന്നതാണ്. അപ്പോൾ ബ്ലെസ്സി സാർ ആണെങ്കിൽ അതേപോലെ ഒരു പെർഫെക്ഷനിസ്റ്റും ആണ്. എത്രത്തോളം ഈ പറയുന്ന പോലെ ബാക്കിയുള്ള എല്ലാം ഒരു റിയലിസ്റ്റിക് ആക്കാനായിട്ടുള്ള സ്ട്രഗിൾസ് എത്രത്തോളം ആയിരുന്നു? അത് ബസാറല്ല, അത് ബ്ലെസ്സി ചേട്ടനാണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അതിൻ്റെ നമുക്ക് നോ എന്നൊരു വാക്ക് അവിടെ ഉണ്ടാവാൻ പാടില്ല. അതാണ് നല്ല കാര്യമാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവിടുത്തെ ഈ സാഹചര്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ രണ്ട് കാര്യം ശരിക്കും പറയേണ്ടതായിട്ടുണ്ട്. ജോർദൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഈ മസറ സെറ്റ് ഇട്ടു, അത് കാര്യങ്ങൾ കഴിഞ്ഞു. ആ മസറ സെറ്റ് ഇടുമ്പോൾ തന്നെ അവിടേക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഒരു ജീപ്പ്, ഒരു ഒളിഞ്ഞൊരു ജീപ്പ്, അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജീപ്പ് തുരുമ്പിച്ച് കിടക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കാറുണ്ട്. അത് പുറത്തുനിന്ന് ഒരു വർക്ക്ഷോപ്പൊന്ന് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ ആ ഒരു സാധനം ഇവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന പാട് നിസ്സാരമല്ല. കാരണം അവിടേക്ക് ഒരു JCB വരില്ല, ഒരു ക്രെയിൻ വരില്ല. എന്നിട്ട് അവിടേക്ക് വേണം ഈ ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം കൊണ്ടുവരാൻ. അപ്പോൾ അത് എത്തിക്കണമായിരുന്നു. അപ്പോൾ അതിനെ 6 വീലർ വണ്ടി കൊണ്ടുവന്നിട്ട് JCBനെയും ക്രെയിനെയും വലിച്ചു കൊണ്ടുവന്നിട്ട് വേണം ഈ ഇവിടെ കുഴിയിടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയത്. എന്നിട്ട് തന്നെ ഈ 6 വീലർ കൊണ്ടിട്ടാണ് ഈ ക്രെയിനിൽ തൂക്കിയെടുത്തിട്ടാണ് ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവിടുന്നത്. അത് തന്നെ വലിയൊരു ചടങ്ങായിരുന്നു. അന്ന് ആ സമയത്ത് ചെറിയൊരു മഴ, ഞങ്ങളുടെ കഷ്ടകാലത്തിന് അന്ന് തലേദിവസം മഴ പെയ്യുമ്പോൾ അവിടെ ഈ ഭയങ്കര ഡ്യൂൺസ് ഉള്ള സ്ഥലത്ത് കുഴപ്പമില്ല, മണ്ണ് കുറച്ച് ഉറയ്ക്കും. ഈ ഡ്യൂൺസ് കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ പ്ലെയിനായിട്ട്, അത് ഒരു മണൽ എന്ന് പറയാൻ പറ്റില്ല, പൗഡറാണ്. അത്
മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് കാല് വെച്ചൊന്ന് വെറുതെ വരച്ച് കഴിഞ്ഞാൽ അത്രയും വെളുത്ത പൊടി പുക പോലെ പൊടി പൊങ്ങും. അത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ചളിയായി മാറും ചെയ്യും. അപ്പോൾ ഇത് എത്തിക്കാൻ വിട്ടപ്പാട് ആ സമയത്തായിരുന്നു, ഈ മഴ വന്ന് ചളി പിടിച്ചിട്ട സമയത്തായിരുന്നു ഇത് കൊണ്ടുവരേണ്ട സമയം ഉണ്ടായിരുന്നു. അപ്പം അന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് ഇവിടെ കൊണ്ടുവച്ചതും അത് ഞാൻ പൊസിഷൻ ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് അങ്ങനെ സാധനം ചെയ്യാൻ. ഇപ്പോൾ ആൾക്കാർ പടം കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അതവിടെ ഉള്ളതായത് വിചാരിക്കുമായിരിക്കും, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ, അതവിടെ ഉള്ളതല്ലേ എല്ലാം അങ്ങനെ വിചാരിക്കും അതുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ഈ ഹക്കീമും നജീബും കൂടി വീണ്ടും കണ്ടുമുട്ടുന്ന സീനുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് പോയിട്ടുള്ള ഏരിയ അത്. അവിടേക്കൊന്നും നമുക്ക് അവിടേക്ക് ആ സമയത്ത് നമുക്ക് മഴ പെയ്യണമായിരുന്നു. അവിടെയുള്ള മഴ പെയ്ത് തോർന്ന പോലെ അവിടെ ആ മലയെല്ലാം വെള്ളം നനവുണ്ടാക്കണമായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു, ലോക പ്രൊഡക്ഷനൊക്കെ അറിയുന്ന കാര്യമായിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്യുന്ന ആദ്യ സമയത്ത് അവർ പറഞ്ഞു ഇത് ഇവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ എളുപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിക്കാരെല്ലാവരും പറഞ്ഞു വെള്ളം വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു വണ്ടി ഈ കാറിൻ്റെ ബാക്കിൽ ട്രക്ക് പോലെയുള്ള കാറുണ്ട്, അതിൻ്റെ ബാക്കിൽ കുറേ വെള്ളം കൊണ്ടുവന്നിട്ടൊക്കെ ഞങ്ങൾ ടാങ്കിൽ കൊണ്ടുവന്നിട്ടൊക്കെ ഞങ്ങൾ കുറേ നേരത്തെ നിന്ന് ഒഴിക്കുകയും ചെയ്തു. പക്ഷെ അതും വർക്കൗട്ടായില്ല ശരിക്കും. പിന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ അന്ന് പിന്നെ ഷെഡ്യൂൾ ആവുകയാണ്. പിന്നെ പിറ്റേ ഷെഡ്യൂളിൽ നമുക്കിത് ചെയ്തേ പറ്റൂ, എന്ത് വില കൊടുത്താലും നമുക്കിത് ചെയ്യണം, അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ലൊക്കേഷൻ അതിന് വേണ്ടിയിട്ട് വെള്ളം വരില്ല എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് വിളിച്ചിട്ട് ഒരിക്കലും സമ്മതിക്കുകയും ചെയ്യില്ല. അങ്ങനെ ഇതേപോലെ തന്നെ അത് അമാനിന്ന് കൊണ്ടുവന്ന് വലിയൊരു 6 വീലർ ടാങ്കർ കൊണ്ടുവന്ന് അതിൽ നിന്ന് ഇവിടെ വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട സ്ഥലത്ത് ഒരുപാട് ടാങ്കുകൾ നിരത്തി, എന്നിട്ട് അതെല്ലാം പരസ്പരം കണക്റ്റഡ് ആക്കി ഈ വെള്ളം. എന്നിട്ട് ഈ 6 വീലറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരാഴ്ച മുമ്പേ വെള്ളം ഇങ്ങനെ നിറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഈ കുറേ മോട്ടർ 2-3 മോട്ടർ വാങ്ങിച്ച് പൈപ്പ് കണക്ഷൻ അത്രയും ലെങ്ത്തിൽ വേണം, കാരണം അടുത്തേക്കൊന്നല്ല, കുറേ അകലേക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം പൈപ്പ് കൊണ്ടുവന്ന് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് ഈ വെള്ളം അടിക്കണമെങ്കിൽ ഈ പൈപ്പ് വലിച്ച് നീട്ടണം. അപ്പോൾ പൈപ്പ് വലിച്ച് നീട്ടുമ്പോൾ ഈ ഡ്യൂൺസിൻ്റെ ഷേപ്പിലൊക്കെ ഈ പൈപ്പ് കിടന്ന് വലിച്ചെടുത്തതിൻ്റെ പാടുകൾ വരും. അപ്പം അത് പാടില്ല, നമുക്ക് ഈ ആൾക്കാർ നടക്കുന്നതിൻ്റെ പാട് പോലും വരാൻ പറ്റില്ല, പിന്നെയാണ് ഈ പൈപ്പ് വലിച്ചിടുന്നതിൻ്റെ പാട്. അപ്പോൾ അത് ഫ്രെയിമിലൊന്നും വരാത്ത രീതിയിൽ ഇത്രയും നീളമുള്ള പൈപ്പിനെ വലിച്ച് കൊണ്ടുപോയി. അപ്പോൾ അതിനൊക്കെ ടൈമിംഗ് ഉണ്ട്, എനിക്ക് ഇത്ര ടൈമിൽ ചെയ്തേ പറ്റൂ, കാരണം ഈ ലൈറ്റ് പൊസിഷനിൽ വേണം ചില ഷോട്ടുകൾ എടുക്കാൻ. ആ ഷോട്ട് ആ ലൈറ്റിൽ ആ കണ്ടിന്യൂറ്റി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അന്ന് എടുക്കാൻ പറ്റില്ല, ആ ഷോട്ട് എടുക്കാൻ പറ്റില്ല, പിന്നെ പിറ്റേ ദിവസം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ കായിക അധ്വാനങ്ങളും കുറേ കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയായിരുന്നു അത് ഇവിടുത്തെ ജോർദാനിൽ. പിന്നെ ഇതേപോലെ തന്നെ പടം കാണുമ്പോൾ അൽജീഴ്സിലാണ് ഞങ്ങൾ അതിൻ്റെ എസ്കേപ്പിൻ്റെ കുറേ പോർഷൻ എടുത്തു. അപ്പോൾ അവിടെ ഇവർ നടന്ന് അവസാനമാകുമ്പോൾ അവിടേക്ക് എത്തണേക്കുമ്പോൾ റോഡിലേക്കൊക്കെ എത്തണേക്കാൻ മുമ്പ് ഒരു ഓയസിസ് കാണുന്നുണ്ട്. ആ ഓയസിസ് ഈ സഹാറ മരുഭൂമിയുടെ ഉള്ളിൽ ഏകദേശം ഒരു 10-35 കിലോമീറ്ററോളം വളരെ ബുദ്ധിമുട്ടി ട്രാവൽ ചെയ്തിട്ട് ഉള്ള ഒരു സ്ഥലത്താണ് ആ ഓയസിസ് സെറ്റിട്ടതാണത്. അത് അവിടേക്ക് ശരിക്കും വണ്ടി പോകില്ലായിരുന്നു ആ ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ ഗുണം നമുക്ക് കുറച്ച് മരങ്ങളുണ്ടായിരുന്നു, അവിടെ മരം മാത്രം. അപ്പോൾ ആ മരം ഇതിന് ഒരു കണക്ഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സ്ഥലം സെലക്ട് ചെയ്ത്, എന്നിട്ട് അവിടേക്ക് ഈ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മണലൊക്കെ കുറച്ച് തട്ടി വന്നിട്ടാണ് അവിടേക്കുള്ള വഴികൾ കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുത്ത്. അവിടേക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം നജീബ് ഇവരും മുകളിൽ നോക്കുമ്പോൾ താഴെ കാണുന്ന ഓയസിസ് വളരെ ചെറിയ പോലെ തോന്നാനും പാടില്ല, അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ വേണം. അപ്പോൾ അവിടെ അത്രയും ആൾക്കാരെ വെച്ചിട്ട് ഒക്കെ മാന്തിയെടുത്തും ഒക്കെ ഒരു തടാകം ഉണ്ടാക്കി, ഒരു നല്ല ലെങ്ത്തിലാണത് ഉണ്ടാക്കി, ഷീറ്റൊക്കെ വിരിച്ച്. പിന്നെ വെള്ളം കൊണ്ട് ഇത് ഏറ്റവും വലിയ പ്രശ്നം, വെള്ളം കൊണ്ടുവരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ 6 വീലറിൽ തന്നെ രാവിലെ
ഒരു 6:30 മുതൽ മിനിമം ഒരു 9 മണി വരെ അവിടേക്ക് ആ വെള്ള ടാങ്കർ എത്തിക്കാൻ പറ്റുള്ളൂ രാവിലെ. പിന്നെ എന്താ വെച്ചാൽ പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മണൽ ചൂടാവും. പിന്നെ ഈ ടാങ്കറിൻ്റെ ഈ വീല് കിട്ട് തന്നെ എത്തിയിട്ടുള്ളൂ മണൽ ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സമയത്തിൽ എത്രത്തോളം മാക്സിമം ടാങ്കർ കൊണ്ടുവരാൻ പറ്റും അത്ര കൊണ്ടുവന്ന് അത്രയും വെള്ളം നിറച്ച് അത് എത്ര ഒരു ഇപ്പം നാളെ ഷൂട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് തന്നെ പണി, ഈ വെള്ളം ഒഴുക്കിൽ തന്നെ പണി. അങ്ങനെ അതിങ്ങനെ വെള്ളം മൊത്തം 6 പേരെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ നിറയെ പുല്ലുകൾ വേണം. അങ്ങനെ അത് വേറെ ഒരു ഫാമിൽ നിന്നൊക്കെ പോയിട്ട് നിലത്തവിടെ കണ്ട നിലത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മണ്ണോടുകൂടി കട്ട് ചെയ്തെടുത്ത് ഈ കാറിൻ്റെ ബാക്കിൽ അടക്കി വെച്ച് അങ്ങനെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ വീണ്ടും പോയി എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ആ പുല്ലുകളൊക്കെ നിറച്ച് അത് ഉണ്ടാക്കിയത്. പിന്നെ അവിടെ ഈ ഇത് പന വേണമായിരുന്നു. പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അത് ഈ നമ്മളെ കാണുന്ന മരുഭൂമിയിലുള്ള പന അല്ല, വൈൽഡ് പാമാണ് വേണ്ടത്. കാരണം ഒരു ജനങ്ങളൊന്നും എത്താത്ത ഒരു സ്ഥലമായിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ വൈൽഡ് പാം എങ്ങനെയാണെന്ന് എനിക്ക് കാണുമായിരുന്നു. എന്നാൽ വേണം അത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഒരു പ്രൊഡക്ഷനിലെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. പുള്ളി പറഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്നുണ്ട്. പുള്ളി ഇച്ചിരി ഒരു ചാലഞ്ചിങ് ഒക്കെ ഏറ്റെടുക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വണ്ടി പഴയൊരു വണ്ടിയാണ്, എപ്പോഴും കംപ്ലൈന്റ് ആവും ചെയ്യും. അപ്പൊ പുള്ളിക്ക് തന്നെ പുള്ളി തന്നെ അത് കംപ്ലൈന്റ് മാറ്റുകയും ചെയ്യും. അങ്ങനെ പുള്ളിക്ക് അറിയാം, പുള്ളി വണ്ടി തമ്മിൽ വേറെ ബന്ധമുണ്ട്. അപ്പൊ പുള്ളിയുടെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അത് എത്രയോ ദൂരം ഭയങ്കര റിസ്ക് യാത്രയായിരുന്നു. അത് ഇങ്ങനെ ഒരു ഇതിന്ന് നേരെ താഴോട്ടാണ് വന്ന് വീഴുന്ന വണ്ടി. പിന്നെ അവിടുന്ന് മുങ്ങി വീണ്ടും താഴോട്ട് പോകും. അങ്ങനെ വല്ലാത്തൊരു യാത്രയായിരുന്നു അത്. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി എനിക്ക് കാണിച്ചു തന്നപ്പോൾ വേറൊരു വല്ലാത്തൊരു ലുക്കാണ് അതിന്. അപ്പോൾ അതേപോലെ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് ടൗണിൽ പോയിട്ട് അവിടെ ഒരു ചെറിയ ഫാമിൽ പോയിട്ട് പനകൾ ഇങ്ങനെ വില പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവിടുന്ന് പറിച്ചെടുത്തിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. ഒരു വിധത്തിലാണ് എത്തിച്ചത്. ഇന്നലെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സാധാരണ പന പോലെ, പക്ഷേ വൈൽഡ് പാം ആക്കണം. വൈൽഡ് പാം ആകുമ്പോൾ ഇതുപോലെ തന്നെ പിന്നെ അവിടെയുള്ള പനകളിൽ നിന്നുള്ള ഉണങ്ങിയ പട്ടകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് താഴത്തു നിന്നെല്ലാം വെച്ച് കെട്ടിയെടുത്തു. അപ്പോൾ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഈ പനയുടെ തണ്ട് കാണില്ല, നമുക്ക് തടി കാണില്ല. അതിന് ആ സൈഡിലൊക്കെ അവിടെ മൊത്തം ഈ പനയുടെ ഇങ്ങനെ ഈ പട്ട ഇങ്ങനെ ഉണങ്ങി കിടന്ന് വലിയൊരു മുടി പോലെ ഇങ്ങനെ കിടക്കും. അത് സെൻറ്ററിൽ മാത്രമേ പച്ച ഇല ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ കിടക്കും. പിന്നെ അതിൻ്റെ പരിസരങ്ങളൊക്കെ മൊത്തം ഇതിന് ദ്രവിച്ച് കിടക്കുന്ന തണ്ടുകളും ഒക്കെ ആയിരിക്കും. കാരണം ഒരു മനുഷ്യൻ അവിടെ പറക്കാനോ എടുക്കാനോ പിന്നെ ഒന്നും പോയില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. ആ പനൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം നാളെ രാവിലെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ അവിടെ ഒറിജിനൽ പനലിലോടത്ത് നിന്നിട്ട് അവിടുന്ന് പച്ച സെൻറ്ററിലുള്ള പച്ച ഇലൊക്കെ പട്ട കട്ടി തീർക്കും. എന്നിട്ട് പുലർച്ചെ ഇവിടെ വന്നിട്ട് ആ സെൻറ്ററിലുള്ള പോർഷൻ ഈ പച്ച ഇലകളെല്ലാം കെട്ടി വെച്ച് ആണിയടിച്ച് ഉറപ്പിക്കും. അത് ഓരോ ദിവസം ഷൂട്ടിനും അന്നന്ന് വെക്കുന്നതായിരുന്നു ആ പച്ച ഇലകൾ. എനിക്ക് അത്ഭുതം തോന്നാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചു കാലം മുന്നേ ആയിരുന്നെങ്കിൽ ഇപ്പം സാറിനെ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിനൊന്നും ആരും വിളിക്കാനോ ഇതൊന്നും ആരും അറിയാനോ പോകുന്നില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്കിപ്പം രാജുവേട്ടന്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ബ്ലെസ്സി സാറിന്റെ ഈ ജേണിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഇത്രയും സ്റ്റോറി കേൾക്കുമ്പോ എവിടേക്കും എനിക്ക് നോവാണ്. ഇത്രയും നാളെ ഇപ്പൊ ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാത്ത മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് സാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു. ഓക്കെ, അപ്പം അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് രാജുവേട്ടന്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റി തന്നെയാണ്. ഏറ്റവും അടുത്ത് കണ്ട ഒരാളും കൂടെ ആയിരിക്കും സാറ്. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി സാറ് നോക്കി കാണുന്നത്? അത് ഇപ്പം എനിക്ക് ശരിക്കും ഇവർക്ക് ഇതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടുതൽ അറിയാൻ ചിലപ്പോൾ ബ്ലെസ്സി ചേട്ടനായിരിക്കും. പക്ഷേ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച കൊണ്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ആൾ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇതായിട്ട്. പിന്നെ വെള്ളം ഒരു സ്പൂൺ വെള്ളമൊക്കെ ആയിരുന്നു പുള്ളി കൊടുത്തിരുന്നത്. അജിത്തായിരുന്നു പുള്ളിയുടെ. ഒരു സ്പൂൺ വെള്ളം ഒരു ദിവസം കൊടുക്കുക, ഒരു ദിവസം ഒരു സ്പൂൺ വെള്ളം അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ കുറേ മരുന്നുകൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്ന ആൾ. ഭക്ഷണം തീരെ കഴിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ
ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, ഒന്നും വെള്ളം കഴിക്കാതിരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പം ഞങ്ങളൊക്കെ ഇപ്പം മരുഭൂമിയിൽ നിന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരാൾ വെള്ളം കുടിക്കാതെ പോലും നിൽക്കുക എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ചെറിയൊരു ദേഷ്യം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇപ്പോൾ ടൈമിങ് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ രാജു വീണ് കിടക്കുന്ന കുറേ സീക്വൻസുകളുണ്ട്, അടിയിട്ട് വീണ് കിടക്കുന്ന സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വീണെടുക്കുമ്പോൾ ഈ രാജുവിനെ ഇത് മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ ചുറ്റും ഉണ്ടാവും. വീണെടുക്കുന്ന ഷോട്ട് എടുക്കുമ്പോൾ പിന്നെ ഒപ്പം സഹായികളുണ്ടായിരിക്കും, ഫോട്ടോ പിടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ടർ ടേക്ക് എന്ന് പറയുമ്പോൾ ആ ടേക്ക് എന്ന് പറയുന്ന സമയം വരെ ഇവരവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ പോയിട്ട് വേണം ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇവർ പോയി കഴിഞ്ഞ് ഇത്രയും ആൾക്കാർ, ഈ 5-6 പേര് ഇങ്ങനെ വട്ടം ചുറ്റി നിന്നതിൻ്റെ ഷൂവിൻ്റെ പാടുകളൊക്കെ അങ്ങനെ അത് ഡെസേർട്ടിൽ തന്നെ ഷൂ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഷൂ ആണ്, അങ്ങനെ ഭയങ്കര മാർക്കിംഗ് ആയിരിക്കും അത്. അപ്പോൾ രാജുവിന് കിടക്കണം, നമ്മൾ നിന്നിട്ട് ആ മാർക്കിംഗ് എല്ലാം മായ്ക്കണം. മാർക്കിംഗ് മായ്ക്കുമ്പം ഇവിടുന്ന് ഈ ഡെസേർട്ടിൽ എപ്പോഴും താഴത്തെ ഒരു ലെയർ താഴെ അങ്ങനെ എപ്പോഴും മണലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാറ്റത്ത്. അപ്പോൾ വെറുതെ കിടന്നാൽ പോലും ഇങ്ങനെ ചെവിയിലേക്ക് ഇങ്ങനെ ഈ മണലിങ്ങനെ കയറും പുള്ളിയുടെ. അപ്പോൾ ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മണ്ണ് എനക്കി മാറ്റേണ്ടത്, ഈ ഷൂവിൻ്റെ പാടുകളൊക്കെ എടുത്ത് മാറ്റേണ്ടത്. അതിങ്ങനെ ബ്രഷ് വെച്ച് ഇത് മാറ്റുമ്പോൾ തന്നെ വീണ്ടും മണൽ കയറും. അപ്പം തന്നെ പുള്ളി ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ മാർക്ക് മാച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആടിൻ്റെ കാൽപ്പാട് ഉണ്ടാക്കാൻ. അത് ഞങ്ങൾ അലൂമിനിയത്തിൻ്റെ വലിയൊരു സ്റ്റിക്കിൽ ആടുകളുടെ കാൽപ്പാദങ്ങൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മാർക്കിംഗ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ക്യാമറയുടെ അടുത്ത് നിന്ന് ഫ്രെയിം ഔട്ടായിട്ട് നിന്നിട്ട് ഇതിങ്ങനെ കുത്തി മാർക്കിംഗ് ഒക്കെ മൊത്തം ഉണ്ടാക്കും. അപ്പോൾ ഈ കുത്തുമ്പോൾ ഈ മണലിളകും. പോരാതെ ഇവിടുന്ന് വരുന്ന കാറ്റത്ത് വരുന്ന മണലുണ്ടാവും, എല്ലാം കൂടി പുള്ളിയുടെ കണ്ണിലും മൂക്കിലൊക്കെ പോകും. അപ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ അത് സ്വാഭാവികമാണ്, അത് വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ചെയ്തേ പറ്റൂ. പുള്ളിക്കും അറിയാം അത് ചെയ്തേ പറ്റൂ എന്നുള്ളത്, ഞങ്ങൾക്കും അറിയാം ചെയ്യാണ്ട് വേറെ മാർഗമൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ പരസ്പരം ബ്ലസ്സി സാറിന്റെ ജേർണിയെ പറ്റിയിട്ട് ഇപ്പൊ ബ്ലസ്സി സാർ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തളർന്ന് വീണിട്ട് പിന്നെ അവിടെ നിന്ന് വീൽ ചെയറിലൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ സാർ എനിക്ക് തോന്നുന്നു സാർ ആ ലാസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചു തോന്നുന്നു അല്ലേ? അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇത്ര ദിവസങ്ങൾ മാറി നിൽക്കുകയാണ് നമുക്ക്. അപ്പോൾ പലർക്കും വീടുകളിൽ ഇത്ര ദിവസം മാറി വരുമ്പോൾ പലർക്കും പല പല പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടായിരിക്കും. ചിലർക്ക് അസുഖം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു അസിസ്റ്റൻറ്റിൻ്റെ അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത്, അപ്പോൾ അവന് അതിൻ്റെ ടെൻഷനുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഓരോരോ രീതിയിൽ ജോലിയുണ്ട്, ഇനി ഇങ്ങനെ കുറേ ടെൻഷനുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ഫുൾ ടെമ്പറിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന, ഇടയ്ക്കൊക്കെ നമ്മളൊന്നും ലൂസാവും, മാറി നിന്ന് ഇച്ചിരി തമാശയൊക്കെ പറയുമ്പോൾ പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് അതൊന്നുമില്ല, പുള്ളിക്ക് ഇതൊന്നുമില്ല, പുള്ളി അതിലിങ്ങനെ മുഴങ്ങി നിൽക്കണം. അപ്പോൾ നമ്മൾ എന്തിനും തമാശ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളൊന്ന് നോക്കും. അപ്പോൾ നമ്മൾ തമാശയൊക്കെ നിർത്തിയിട്ട് എല്ലാം കണ്ടു സീരിയസ് ആവും. അങ്ങനെ പുള്ളിക്ക് സിനിമ എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല, ഒരു തമാശയില്ല, ഒന്നുമില്ല, പുള്ളിക്ക് സിനിമ തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ആ ലാസ്റ്റ് ഷോട്ട് എടുത്തിട്ട് പുള്ളി വീണതും ഒക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. പുള്ളി 2 ദിവസം ബെഡ് റെസ്റ്റ് ആയിരുന്നു, കിടപ്പായിരുന്നു. അവിടെ ഞങ്ങൾ വീൽ ചെയറിലാണ് എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് നേരെ പുള്ളി ഹോസ്പിറ്റലിലേക്ക്. നിങ്ങളുടെയൊക്കെ ആരോഗ്യം എങ്ങനെയായിരുന്നു? ഇപ്പൊ സാറിന്റെ ആണെങ്കിലും ബാക്കി ക്രൂ മെമ്പേഴ്സിന്റെ ആണെങ്കിലും ഞങ്ങൾ ആരോഗ്യത്തിനെ കുറിച്ച് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. ഞങ്ങൾക്ക് ഒരു പനി വന്ന് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം രാവിലെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇന്ന് രാവിലെ ഷൂട്ടിങ് ഇറങ്ങുമ്പോൾ നമുക്ക് ഇന്ന് വലിയ പരീക്ഷ എഴുതാൻ പോണ പോലെ നമ്മളിന്ന് രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങണം. കാരണം അന്ന് അവിടെ സെറ്റിൽ നിന്ന് വേറെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ മൂലം ഉണ്ടാക്കുന്ന നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഒന്നും നമുക്കറിയില്ല.
അപ്പോൾ ചിലപ്പോൾ ഭയങ്കര കാറ്റായിരിക്കും. അപ്പം വിചാരിച്ച പോലെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റാതെ വരും, നല്ല പേടിയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അവിടെ ചെല്ലുന്നു, ജോലി ചെയ്യുന്നു, ആ വിചാരിച്ച സാധനം വെറുതെ ചെയ്ത് തീർത്താൽ പോരാ, അതിന് 100% പെർഫെക്ഷൻ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൽ മുഴുകി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ വന്നു പോയിട്ടായിരിക്കും, എന്തെല്ലാം അസുഖം ഉണ്ടായിരിക്കും, അറിഞ്ഞിട്ടില്ല ഞങ്ങൾ. അതാണ് അതിന് സത്യം. ആ ജോലിയുടെ ചൂടിലൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ. ഇതേപോലെ തന്നെ സാറ് ഒടിയൻ ചെയ്യുമ്പോൾ ആ ഒരു മന സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ? അത് ഒന്നത് 2 കാലഘട്ടമാണ് ഉള്ളത് ഇതിൻ്റെ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടം ചെയ്യുന്നത് 2000-ലായിരുന്നു. 2000-ൽ അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന കളർ ചേഞ്ചിങ് ഒക്കെ നമ്മൾ ചെയ്തു. പിന്നെ അവിടെ കുറേ ഈ ഒരു എന്താ പറയുക, ഈ മരങ്ങളും ഒക്കെ ഒരുപാട് ആരും നോക്കാനില്ലാത്ത, ഒരു ആൺതുണ ഇല്ലാത്തൊരു വീടായിട്ടാണല്ലോ. അപ്പോൾ മെയിൻ്റനൻസ് കുറവായിട്ട് നിൽക്കുന്ന ഒരു വീടായിട്ട്, അത് വെറുതെ നമ്മൾ കാട് കൊണ്ട് വിൽക്കില്ല, പക്ഷെ അതിന് ഭയങ്കര റിയാലിറ്റി ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തു. പിന്നെ കാലഘട്ടം പഴയതാവുമ്പോൾ വീണ്ടും പഴയോട്ട് പോകുമ്പോൾ ഈ മരങ്ങൾക്കൊന്നും ഇത്ര വലിപ്പം ഉണ്ടാകാൻ പാടില്ല, ഇത്രയും കാര്യങ്ങളുണ്ടാകാൻ പാടില്ല. അത് വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ അന്നൊരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മാവ് ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ ഓണറുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ മാവ് കഴിഞ്ഞ 2000-ൽ ഈ മാവ് ഇത്ര വലിപ്പം ഉണ്ടായി, ഇനി 70s കാണിക്കുമ്പോൾ നമുക്ക് ഈ മാവ് സെയിം വലിപ്പത്തിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും നമുക്ക് എനിക്ക് അതിൻ്റെ ഒന്ന് ഷാർപ്പ് ചെയ്ത് അതിനൊന്ന് ചെറുതാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതെൻ്റെ അച്ഛൻ വെച്ച മാവാണ്, അതിൻ്റെ ഒരു കൊമ്പ് പോലും വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ പിന്നെ ഒരുപാട് കവുങ്ങുങ്ങളെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 30 വർഷത്തിന് മുമ്പ് ഉണ്ടാവേണ്ട സാധനങ്ങളല്ലായിരുന്നു അങ്ങനത്തെ. അപ്പം അതൊക്കെ എനിക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണമായിരുന്നു. അവിടെ ഇവിടെ ചെടികളുണ്ടായിരുന്നു, അതൊന്നും ഉണ്ടാവാൻ പറ്റില്ല. അതൊക്കെ പക്ഷെ എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല, പുള്ളി എനിക്കതിൽ അത് ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും കട്ട് ചെയ്തേ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പുള്ളിയോട് പറയുമ്പോൾ ഞാൻ അത്രയും പറയുന്നതിൽ പുള്ളിക്ക് ഒരു ആത്മാർത്ഥത കണ്ടോന്ന് പുള്ളി അതെല്ലാം അവിടുന്ന് എടുത്ത് മാറ്റാൻ സമ്മതിച്ചു. മരം മുറിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ സെറ്റ്, അവിടുത്തെ തേങ്കുറിശി കവല അത് ഫുൾ സെറ്റായിരുന്നു. അതുപോലെ 2000-70s കാലഘട്ടത്തിൽ 2 ചേഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിരുന്നു, ലാലേട്ടൻ ആ കവലയിൽ ആദ്യം വന്ന് ഇരുന്നിട്ട് എനിക്ക് ആന്റണി സാറാണെന്ന് തോന്നുന്നു നേരെ വന്ന് ഷെയ്ക്കാൻ്റെ വന്നു. അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ശരിക്കും കവലയാണെന്ന് ലാലേട്ടൻ വിചാരിച്ചു ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അത് ശരിക്കും എന്തായിരുന്നു? അതെന്താ സാറ് വന്ന് കണ്ടിട്ട് സാറ് ആദ്യം വിചാരിച്ചത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണെന്നാണ് സാറ് വിചാരിച്ചത്. അപ്പോൾ സാറ് വന്നിരുന്നപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു സാറ്. അപ്പോൾ ഞാനവിടെ കയറുന്നു. അപ്പോൾ പറഞ്ഞു, ഞാനത് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആല് കണ്ടോ എന്ന് ചോദിച്ചു. ഒരു ആലല്ല, ഒരു ആ മരം കണ്ടായിരുന്നു ചോദിച്ചു. ആ മരം കണ്ടു. അപ്പോൾ ശരിക്കും ആ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 70s കാലഘട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ ഇനി വരാൻ പോകുന്നതെന്ന് പറയാവുന്നതുകൊണ്ട് നമുക്കതിനെ ആ വേരിന് അവിടെ താഴെ ആണെങ്കിൽ അങ്ങനെ മണ്ണിലോട്ട് ഫുള്ള് വേരൊക്കെ വന്നിട്ടുള്ള വേറൊരു ടെക്സ്ചർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ആദ്യം ഫൈബറിൽ മോൾഡ് എടുത്ത് വെച്ചു. ആ സാധനം ആ മോൾഡ് എടുത്ത് വെച്ചിട്ട് ചുറ്റും ഈ ചെങ്കല്ലൊക്കെ വെച്ച് കിട്ടി തറ ഉണ്ടാക്കിയിട്ട് ഈ താഴെ കണ്ട ആ മോൾഡ് റീക്രിയേറ്റ് ചെയ്തു. ആ വേര് അതെന്ത് ഈ തറയുടെ മുകളിൽ വെച്ചിട്ട് ഈ മരത്തിനെ ഞങ്ങൾ ഫൈബർ കൊണ്ടുള്ള ഭയങ്കര വണ്ണം കൂട്ടി വെച്ചു ഇതിനെ. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2000-ൽ കാണുന്ന ആ മരം ശരിക്കും ആ ഒരു പകുതി വരെ ശരിക്കും ഫൈബറാണ്. വണ്ണം കൂടിയിട്ടുള്ള ആ മരം കാണുന്നത് ശരിക്കും ഫൈബറിൽ ചെയ്തതാണ്. പിന്നെ 70s വരുമ്പോഴാണ് അത് ആ ഫൈബറൊക്കെ എടുത്ത് മാറ്റി തറയൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അത് കുറച്ചും കൂടി ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഒരു മരമായി മാറിയത്. അപ്പോൾ ലാൽ സാറോട് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഫൈബറിൽ ഇങ്ങനെ ചെയ്താണ് നമുക്കിനി 70s ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെയാണ് ഈ സിനിമ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര. മറ്റൊരു പ്രത്യേകത, സാർ ഒടിയൻ്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്തത് സാറായിരുന്നു അല്ലേ? ഞാൻ കണ്ടിരുന്നു ആ ഫോട്ടോ. അതെങ്ങനെയാണ് ആ ഒരു റോള് ചെയ്യാനായിട്ട്? ആ റോൾ എങ്ങനെയാ വന്നേ? ആക്ടിങ് ഇഷ്ടമാണോ?
ചെറിയ വന്നിട്ടുണ്ട് സിനിമകളിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗൂഢാലോചനയിലൊക്കെ വില്ലനൊക്കെ ആയിട്ട് അഭിനയിച്ചിരുന്നു. അപ്പൊ അത് എന്നോട് ഗൂഢാലോചന സിനിമ അതിൽ ഞാൻ ആ ഡയറക്ടറായിരുന്നു വില്ലനായിട്ട് അഭിനയിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് നേരെ ഒടിയനിലോട്ട് വരുന്നത്. അപ്പൊ എന്തോ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ശ്രീകുമാർ സാർ എപ്പോഴാ നിനക്ക് ഞാനൊരു വേഷം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ വേഷം ഒന്നും കിട്ടിയ പോരാ, ഞാൻ മറ്റേ സിനിമയിൽ കഴിഞ്ഞ പടത്തിൽ വില്ലനായിട്ടാ വരുന്നുള്ളു, ചെറിയ വേഷം കിട്ടിയ പോരാ. പക്ഷെ വളരെ ചെറുതാണ്, പക്ഷെ ഭയങ്കര പ്രാധാന്യമുള്ളതായിരുന്നു. ഓക്കെ, ഞാൻ പിന്നെ സാറിന്റെ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ കണ്ണിലുടക്കിയ ഒരു ഫോട്ടോ ഉണ്ട്, ലാലേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ലാലേട്ടനോടുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം ഉണ്ട്? അത് ആ ഒടിയനിലെ ശേഷമാണ് ഞങ്ങള് വന്നത്. പിന്നെ ലാൽ സാർ അന്ന് ഒടിയനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ വാരണാസി ഷൂട്ട് ചെയ്യുമ്പോൾ സാറുടെ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു ചെറിയൊരു സ്റ്റാച്ചു, ഒരു സ്ത്രീ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഒരു വിളക്ക് പിടിച്ച് കിടക്കുന്ന ഒരു ഇത്ര വലിപ്പത്തിലുള്ളൊരു സാധനം. സാറ് അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഇത് കണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഇത് എനിക്ക് വേണം. ഞാൻ അവിടെ ചോദിക്കാം, ഞാൻ ചോദിച്ചു, അവർ തരില്ല, ഭയങ്കര ഒരു ഇതാന്ന് പറഞ്ഞു. എനിക്ക് ഉണ്ടാക്കി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പിന്നെ ആ പടം തീരുന്ന വരെ എന്നെ എപ്പം വിളിക്കും, എന്നെ ഇങ്ങനെ ഇതണ്ട ഇതല്ലേ ഓർമ്മയില്ലേ ഉണ്ടാക്കിയതല്ലേ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ഇങ്ങനെ വേറെ ആരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനം കൊണ്ട് കാണിച്ചു തരും. ഇത് കണ്ട ഇത് അവർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞപ്പോൾ ഞാനതൊക്കെ എന്തിനാ കാണിച്ചു തരുമെന്ന് അറിയാം. അപ്പോൾ ഇല്ല, മറ്റേ സാധനം പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടി. അങ്ങനെ പടം കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഒരു വലിയൊരു രൂപം എന്ന് പറഞ്ഞാൽ സാറ് കാണിച്ചെന്ന് ഒരു ഇതായിരുന്നു. അത് 7 എണ്ണം അടങ്ങിയിട്ടുള്ള വലിയൊരു വിളക്കായിട്ട് സാറിന് അത് ഉണ്ടാക്കി കൊടുത്തു. സാറിൻ്റെ ചെന്നൈ വീട്ടിൽ അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഉണ്ട്. ചെന്നൈ വീട്ടിൽ മെയിൻ സ്ഥലത്തുണ്ടായിരുന്നു. എനിക്ക് എന്തോ സാറിൻ്റെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഈ പറയുന്ന പോലെ ഒടിയൻ കണ്ടപ്പോഴാണെങ്കിലും കണ്ടുപോയി, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അധികം ശ്രദ്ധിക്കാനൊന്നും. ശരിക്കും ഞാൻ ഓർത്തിരുന്നത് ആ കവലയൊക്കെ ശരിക്കും കവലയായിരിക്കും എന്നാണ്. അത് നിങ്ങളത് ഉണ്ടാക്കി എടുത്തതാണെന്ന് പറയുന്നത് ഭയങ്കര. നമ്മുടെ അടിയത്തിൽ തന്നെ നമുക്ക് ഗുഹ ഉണ്ടല്ലോ, ഇതിൽ കാണിക്കുന്ന ഗുഹ ഉണ്ടല്ലോ, അത് സെറ്റാണ്. അത് ഇവിടുന്ന് അകത്തുനിന്ന് കയറി വന്ന് ഉള്ളിൽ കൂടെ കയറി താഴോട്ട് ഇറങ്ങി വരുന്ന ഭാഗമൊക്കെ സെറ്റാണ്. അത് അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടായിരുന്നു. എന്ന് വെച്ചാൽ അത് ഭയങ്കര ഹൈറ്റിൽ ആ ഡ്യൂൺസ്, അതിൻ്റെ ഇടയിൽ രണ്ടും പാറയുടെ ഇടയിലുള്ള ഒരു ഡ്യൂൺസാണ്, ഭയങ്കര ഹൈറ്റാണ്. ഈ മണലിലൊടുക്ക കയറി നടന്ന് വേണം അതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ. അത് ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു സാധനം എടുക്കണമെങ്കിൽ താഴോട്ട് ഇറങ്ങി വരണം, പിന്നെ എടുത്ത് മുകളിൽ, പിന്നെ ഞങ്ങൾ കയറാൻ പറ്റാണ്ടായി. അപ്പം ഞങ്ങൾ നിന്നിട്ട് താഴെ ഈ മരം, ഈ ചൗക്ക് മരം പോലത്തെ മരം വെച്ച് ഇങ്ങനെ കെട്ടി ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ടാണ് ഞങ്ങൾ ആ പണി മൊത്തം തീർത്ത് പണി ഗുഹയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് തീർത്തിട്ട് പിന്നെ ഈ സ്റ്റെപ്പൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് മണല് കറക്റ്റാക്കി. അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു ആ ഗുഹ. ഈ ഒരു ഹോൾ ജേണിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അത് ഈ സിനിമ തന്നെയാണ്. വിത്തൗട്ട് ഡൗട്ട് അല്ലേ? അത് ഈ സിനിമ തന്നെയാണ്, വേറെ ഒന്നല്ല. നമ്മൾ ജോലി നമുക്കിപ്പോൾ വലിയ പടങ്ങൾ വരുമായിരിക്കാം, ഒരുപാട് വർക്കുള്ള വരുമായിരിക്കാം. പക്ഷെ ഇവിടെ ഒരുപാട് വർക്കുകളുണ്ട്, നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇനിയും പറയാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പണികൾ ചെയ്യുമ്പോൾ മാത്രമല്ല, നമുക്കതിൻ്റെ ഈ കാലാവസ്ഥ ഉണ്ടല്ലോ, കാലാവസ്ഥയും അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളും ഇനി വേറൊരു സിനിമയ്ക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളത് ഡൗട്ടാണ്. അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഓൾ ക്രൂ. ഈ ഒരു സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം ആത്മബന്ധം തോന്നിയിട്ടുള്ളത് ആരോടാണ്? ബ്ലിസ്സേട്ടനോട്. പിന്നെ ബ്ലിസ്സേട്ടനോട് എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ പടത്തോടുകൂടി മാത്രമല്ല ഞങ്ങൾ ബന്ധം, എനിക്ക് വേറെ കഥകളുണ്ട്. ഇപ്പോൾ എന്നെ സിനിമയിൽ ഇൻഡിപെൻഡൻ്റ് ആക്കിയ ആള്
ലോഹിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാമനുഷ്യനാണ്. ആ ആളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ആ ആള് എന്നെ സൂത്രധാരൻ എന്ന സിനിമയിൽ എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് അന്ന് ആ സമയത്ത് ലോഹിത് സാറ് എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു സൂത്രധാരൻ പടത്തിൽ. ഞാനപ്പോൾ ആ ഡയറക്ടറായിരുന്നു. അന്ന് ആ പടത്തിൽ ബ്ലസ്സിയേട്ടൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഒരുപാട് സപ്പോർട്ട് ബ്ലസ്സിയേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലോഹിത് സാറ് എന്നെ ഒന്നുമില്ല, വെറും ഒരു അസിസ്റ്റൻ്റ് ആയിരുന്നാലും ഞാൻ അങ്ങോട്ട് പോലും ആവശ്യപ്പെടാണ്ട് എന്നെ ഒരു ദിവസം വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ അടുത്ത പടത്തിൽ നീയാണ് ആ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ലോഹിദാസ് എന്ന് പറഞ്ഞ ഒരാളെ എന്നെ ഇൻഡിപെൻഡൻ്റ് ആക്കി. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അടുത്ത സിനിമയിൽ ഞാൻ വെറുതെ വേറെ ഒന്നുമില്ലാത്തൊരു സിനിമയിൽ പോയി തലവെച്ചിട്ട് അങ്ങനെ ആ ലോഹിദാസ് എന്ന് പറഞ്ഞ ആളുടെ ആ ഇൻട്രൊഡക്ഷൻ അത് ആ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള സാധനം കീപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് ഒരുപാട് ആ സൂത്രധാരൻ കഴിഞ്ഞു അതിന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകൾ ഒരുപാട് വിളികൾ വന്നായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ഹൈറ്റിലോട്ട് എത്തുന്നില്ല ബാക്കിയൊന്നും. അങ്ങനെ ഏകദേശം ഒരു 2 വർഷത്തോളം ഞാൻ വേറെ പണിയൊന്നും ഇല്ലാണ്ടിരുന്നു. ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് കൈ കൊടുക്കാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല. കയ്യിലാണെങ്കിൽ 5 പൈസയിൽ പട്ടിണിയായി പോയി. അതാണ് എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവരുടെ ഏറ്റവും അങ്ങനെ. പിന്നെയാണ് എനിക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സത്യം സാറ് വിളിച്ചു തന്നത്. അപ്പോൾ എനിക്ക് സൂത്രധാരൻ കഴിഞ്ഞു, ലോഹിദാസ് എന്ന സിനിമ ആളുടെ സൂത്രധാരൻ കഴിഞ്ഞു, അടുത്ത് സത്യന്തിക്കാട് നിന്നുള്ള ഡയറക്ടർ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അങ്ങനെ പിന്നെ എനിക്ക് ആ ഒരു ലെവലിലേക്ക് പിന്നെ എനിക്കിങ്ങനെ എൻ്റെ വളർച്ച കൊണ്ട് ഉയർന്നു വന്നു. അത് ഈ ഒരു പാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരുന്നു സാറിന്? അത് ചെറുപ്പം മുതൽ ഞാൻ പെയിൻറ്ററായിരുന്നു. ഞാൻ വരയ്ക്കും, പെയിൻറ്ററായിരുന്നു, ഫൈൻ ആർട്സ് പഠിച്ചതാണ്. പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഞാൻ സ്റ്റക്കായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ സിനിമ ആർട്ട് ഡയറക്ഷൻ എന്നുള്ള ആയിരുന്നില്ല എൻ്റെ ശരിക്കുള്ള ഒരു ആഗ്രഹം, ആർട്ട് ഡയറക്ഷൻ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ വന്നു, സിനിമയിലേക്ക് വന്നു. അപ്പോൾ അത് ആദ്യം എനിക്ക് കയറാൻ പറ്റിയത് ആ ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ അവിടെ കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഉണ്ടല്ലോ എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ആ ഡയറക്ഷൻ തന്നെ പിന്നെ അങ്ങനെ അതിലോട്ടാണ് അങ്ങനെ പിന്നെ വേറെ പിന്നെ ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ അങ്ങനെ ഇപ്പം സാധാരണ എല്ലാവരും അനുഭവിക്കുന്ന വെല്ലുവിളികൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നമ്മൾ ഒരാൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ പോകുന്നു, അവിടെ ഒന്നും നിലനിൽപ്പില്ലാത്തൊരു ഫീൽഡാണ്, ഏത് സമയത്തും വരാം എന്നൊക്കെ വീട്ടുകാർക്ക് ഭയം ഉണ്ടായിരിക്കുമല്ലോ. അന്ന് ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അനുഭവിച്ച പോലെ തന്നെ എനിക്കും എൻ്റെ വീട്ടുകാർ ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്ത് തരിക, ആ പരിപാടിക്ക് എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞാണ്. പിന്നെ സ്കൂൾ മാഷാവാൻ വേണ്ടിയിട്ട് പിടിക്കുക അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മള് ഒരു നോർമൽ ലൈഫിലേക്ക് ഒതുങ്ങാൻ മാക്സിമം ഞാൻ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ ഒരു. അതെ, ഓക്കെ. നമ്മളിപ്പോ ആടുജീവിതം എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്. ഓസ്കാർ മലയാളത്തിലേക്ക് ആദ്യം കൊണ്ടുവരാൻ പോകുന്ന തീർച്ചയായിട്ടും വരണം. ഈ സിനിമയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്ത് സിനിമയ്ക്കാണ് വരുന്നത് എന്നുള്ളതാണ്. വരണം. അത് പക്ഷെ അത് നമ്മൾ പറയുന്ന കാര്യമില്ല. മിനിമം ബ്ലസ്സിയേട്ടനെങ്കിലും അത് കിട്ടണം എന്നാണ്. അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോ ഈ ഇത്രയും സ്ട്രഗിൾസിന് ശേഷം യഥാർത്ഥത്തിൽ റിയൽ ലൈഫ് നജീബിനെ കണ്ടു കാണുമല്ലോ നേരിട്ട്. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് പുള്ളീനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങള് ഇതില് ഉള്ള ജയിലുണ്ടല്ലോ, ഇവര് ഇവിടുന്ന് രക്ഷപ്പെട്ടു. നജീബ് ഹോട്ടലിൽ വന്നിട്ടുള്ള താമസ സ്ഥലമൊക്കെ നമ്മൾ അവിടെ ജോർദാനിൽ സെറ്റ് ചെയ്തായിരുന്നു. ഈ താമസ സ്ഥലമൊക്കെ സെറ്റായിരുന്നു. ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് വന്നിട്ട് ആണ് ഞങ്ങൾ ജയിലൊക്കെ സെറ്റ് ഇട്ടത്. ഈ ഇവിടെ വന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഈ രാജ്യത്തിന് മുടി വെട്ടി കഴിഞ്ഞ് പിന്നെ
ആ മുടി കണ്ടിന്യൂറ്റി ആയി. അപ്പോൾ പിന്നെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി മുടിയും കൊണ്ടിട്ട് പുള്ളിക്ക് ഒരുപാട് ദിവസം കഴിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ലാസ്റ്റ് ഷെഡ്യൂൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ റാന്നിയിലെ ഒരു കോളേജിൻ്റെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഈ ലാസ്റ്റ് പരേഡ് നടക്കുന്ന ജയിലും പോലീസ് സ്റ്റേഷനും സെറ്റ് ഇട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത്. അത് സെറ്റായിരുന്നു, ആ ജയിലൊക്കെ സെറ്റായിരുന്നു, പോലീസ് സ്റ്റേഷനൊക്കെ സെറ്റാണ്. അതവിടെ എല്ലാം സെറ്റ് ഇട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ എല്ലാം കവർ ചെയ്ത് മൂടി വെച്ചിട്ടാണ് ഞങ്ങൾ ജോർദാനിലേക്ക് പോയത്. എന്നിട്ട് അവിടുത്തെ ആ ബാക്കിയുള്ള സീക്വൻസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്ന് 3ാമത്തെ ദിവസം ഞങ്ങളിവിടെ ഈ ജയില് ഷൂട്ട് ചെയ്തു, ജയിലും പോലീസ് സ്റ്റേഷനും. അപ്പം അന്ന് ഈ ജയിലിൽ ഷൂട്ട് ചെയ്യണ അന്ന് ഈ ഒറിജിനൽ നജീബ് വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ടിങ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്നാണ് ഞാൻ ഈ നജീബ് എന്ന് പറഞ്ഞ ആൾ ആദ്യമായിട്ട്, ഒറിജിനൽ നജീബിനെ ആദ്യമായിട്ട് കണ്ടത്. എനിക്ക് അതിശയിച്ചു പോയി. എന്നുവെച്ചാൽ ഞാനത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഞാൻ എന്തോന്ന് അറിയാം, ഞാൻ നമുക്ക് ലൊക്കേഷൻ നോക്കുന്ന സമയത്തും ബാക്കി ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ മരുഭൂമിയിൽ നിന്നിട്ട് ഈ പൊടിക്കാറ്റും ഈ ചൂടും ഒക്കെ സഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഏത് സമയത്തും ഞാൻ ഈ ഒറിജിനൽ നജീബിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് എപ്പോഴും. നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുന്നു, ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പോകുന്നു, നമ്മൾ രാത്രി. പക്ഷെ നമ്മൾ ഇത്രയും പകൽ ടൈമിൽ നമ്മൾ ഇത്രയും കിടന്ന് ഈ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽ നജീബ് അവിടെ ശരിക്കും 3 വർഷം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കായിരുന്നു, അത് എപ്പോഴും ഓർക്കായിരുന്നു. കാരണം എളുപ്പമല്ല, അവിടുത്തെ പൊടിക്കാറ്റ്, അവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ നടക്കാൻ പോലും നമുക്ക് പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ നജീബിനെ അപ്പോൾ ഈ ഒറിജിനൽ നജീബിനെ കണ്ടപ്പോൾ എനിക്ക് അയാളെ ഇപ്പോഴും അന്ന് അനുഭവിച്ച ആ വിഷമം ഇപ്പം അയാളെ കണ്ണിലുണ്ട്. എനിക്കിപ്പോഴും അയാളെ കണ്ണ് കാണുമ്പോൾ എനിക്കിപ്പോഴും അന്നത്തെ ആ വിഷമം ഇപ്പം അയാളെ പോയിട്ടില്ല എന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു റിയൽ ലൈഫ് സ്റ്റോറീസ് മൂവി ആക്കുമ്പോ ഒരുപാട് ടച്ച് ആവാൻ ഭയങ്കരമായിട്ടല്ലേ. അത് ശരി, പുള്ളിനെ സമ്മതിച്ചു വേണം. അങ്ങനെ അത്ര ഒരു സമയത്ത് അങ്ങനെ ഇത്ര 3 വർഷമൊക്കെ അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടെ അവിടെയൊക്കെ പോയിട്ട് ഇത്രയും അനുഭവിക്കൂടെ ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ അധികം റിലേറ്റ് ചെയ്ത് കാണും. ചില സമയത്ത് നിൽക്കാൻ പറ്റില്ല. പൊടിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പൊടിക്കാറ്റ് വരിക. പൊടിക്കാറ്റ് നമ്മളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം കണ്ണ് തുറക്കാൻ പറ്റില്ല നമുക്ക്. കണ്ണ് തുറന്നാൽ കണ്ണിലോട്ട് പൊടി വീഴും. അപ്പോൾ ഞങ്ങളെല്ലാവരും വട്ടം ചുറ്റി നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും, ഇങ്ങനെ എല്ലാവരും ബലം കൊടുത്തിട്ട് ആ പൊടിക്കാറ്റ് വരുമ്പോൾ ആ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ കുറച്ച് കവറിങ് കിട്ടുമല്ലോ, അങ്ങനെയാണ് നിന്നത്. പിന്നെ രാത്രി റൂമിലൊക്കെ വന്നിട്ട് ഡ്രസ്സൊക്കെ കൊണ്ട് ഊരി കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ പോകുന്ന ആൾക്കാരായിരിക്കില്ല രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഒരു വിഷക്കാരെ പോലെ ആയിരിക്കും ഞങ്ങൾ ആ ലുക്കിലാണ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വരുന്നത്. അങ്ങനെ മേലാകെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല, അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങൾ വരിക. കുളിമുറി വന്ന് ഞങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ആ കുളിമുറി മൊത്തം മണലായിരിക്കും, അത്രമാത്രം മണൽ ഞങ്ങൾ മെയിലുണ്ടായിരിക്കും. അപ്പൊ സാറിന്റെ ഒരു ജേണി പറയുന്ന നമ്മളെ സൂത്രധാരൻ തൊട്ട് തുടങ്ങിയതാണ്. സൂത്രധാരനിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വർക്ക് ആയിരുന്നു. ആ ഒരു പ്രഷറും അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചിൻ ഹനീഫ സാറിന്റെ ആ ഒരു കാളവണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു അല്ലേ? അത് എന്താ വെച്ചാൽ അതിന് ലോയി സാറിൻ്റെ ഒരു വലിയൊരു ബുദ്ധി ഉണ്ടായിരുന്നു പിന്നിൽ. എന്ന് വെച്ചാൽ ആ സിനിമയിൽ എനിക്ക് വർക്ക് അത്രയും നന്നാക്കി ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ സാറെന്നെ ഈ പടത്തിന് ക്ഷണിച്ചു, ഞാൻ വരുന്നു. അപ്പോൾ ബാക്കി കഥയൊക്കെ പറഞ്ഞു തന്നു. അത് നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ ലക്കിടി വീട്ടിൽ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകുതി വെള്ളത്തിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ പടത്തിൻ്റെ കഥ മൊത്തം പറയുന്നത്. സാറും പകുതി വെള്ളത്തിൽ, ഞങ്ങളും പകുതി വെള്ളത്തിൽ, അങ്ങനെ നിന്നിട്ടാണ് കഥ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ബാക്കി പിന്നെ അത് തോർത്തി കഴിഞ്ഞ് പിന്നെ ബാക്കി പുറത്ത് വന്നിരിക്കും, ബാക്കി അതിൻ്റെ കഥ പറയും ഇങ്ങനെ. അപ്പോൾ സാറ് എപ്പോഴും ഒരു ക്യാരക്ടറിൻ്റെ സിനിമയിലില്ലെങ്കിലും ആ ക്യാരക്ടറിൻ്റെ അമ്മ ആരായിരുന്നു, അമ്മയുടെ അച്ഛൻ ആരായിരുന്നു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഡീറ്റെയിലിംഗ്. സിനിമയിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ എങ്കിലും അങ്ങനെ കുറേ കഥകൾ. അപ്പം നമുക്ക് ഇങ്ങനെ ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. അപ്പം നമുക്ക് തന്നെ ആ ഒരു പിക്ചർ, ഇവരെ വീട്, താമസിക്കുന്ന വീട്, ഇതൊക്കെ നമുക്കറിയാം. നമുക്കങ്ങനെ വീട് കണ്ടിട്ടേ വരും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു വീട് വരും. അപ്പം എന്നോട് പറഞ്ഞു, ഇനി കാര്യം ചെയ്യും, ഒന്ന് കർണാടക പോയിട്ട് ലൊക്കേഷൻ നോക്കി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ
എൻ്റെ തൊട്ട് എൻ്റെ മുൻഗാമികളായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരൊക്കെ ലൊക്കേഷൻ നോക്കാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. അവർ വരുന്നു, കാർ എടുക്കുന്നു, ലൊക്കേഷൻ നോക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രൊഡ്യൂസർ വിളിച്ചു. ഇത് പറഞ്ഞു അപ്പോൾ ലൊക്കേഷൻ നോക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആരാണ് എൻ്റെ കൂടെ വരുന്ന ഒരു വണ്ടി ഉണ്ടാക്കി കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് അപ്പോൾ പ്രൊഡ്യൂസർ നേരെ ലോഹിത് സാറിനെ വിളിച്ചു തോന്നുന്നുണ്ട്. അപ്പോൾ ലോഹിത് സാർ അപ്പം തന്നെ എന്നെ വിളിച്ചു. പറഞ്ഞു വണ്ടിയൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഒരു സന്യാസിയെ പോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എല്ലാം ലൊക്കേഷൻ നോക്കിക്കണ്ടിട്ട് വരാൻ പറഞ്ഞു. അന്ന് അതുവരെ ഞാൻ കർണാടക പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ട്രിവാൻഡ്രം വരെ പോയിട്ടില്ല. അങ്ങനെ ശരി, അപ്പോൾ സന്യാസി ആവാൻ തീരുമാനിച്ചു. കുറച്ച് പൈസ തന്ന് പ്രൊഡ്യൂസർ ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് കർണാടക KSRTC വണ്ടിയിൽ കയറിപ്പോയി. ആദ്യം ഗുണ്ടൽപെട്ട് ചെന്നിറങ്ങി. അവിടുന്ന് പിന്നെ ഒരു കർണാടക ഒരു മൊത്തം മാപ്പൊക്കെ വാങ്ങിച്ച് ആ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിലും കാളവണ്ടിയിലും പിന്നെ കുറേ മിനി ലോറിയിലും കുറേ സൈക്കിൾ ഓടിയിട്ടും ബൈക്കിൻ്റെ പിന്നിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഏകദേശം ഒരു 10-25 ദിവസം കർണാടകയുടെ എല്ലാ ഏരിയയും ഞാൻ കിടന്ന് കറങ്ങി ഇതിന് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അന്ന് എൻ്റെ ഒരു യാഷിക് SLR ക്യാമറ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാറ്റിനും ഫോട്ടോസൊക്കെ എടുത്തു, കാണുന്ന എല്ലാ ലൊക്കേഷനും ഫോട്ടോസ് എടുത്തു. അപ്പോൾ എന്തുകൊണ്ട് ആ ഫോട്ടോ എടുത്തു, എന്താണ് അതിന് പ്രത്യേകത എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പ്രിൻ്റ് അടിച്ചിട്ട് ഓരോ ഫോട്ടോൻ്റെയും ബാക്കിൽ എഴുതി വെച്ചു എന്തുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ എടുത്തു, ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു, എല്ലാ ഡീറ്റെയിൽസ് ഫോട്ടോൻ്റെ ബാക്കിൽ എഴുതിയിട്ട് ഞാൻ ഒരു വലിയൊരു കെട്ട് സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ സാറൊക്കെ കൊണ്ടു എല്ലാം കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഇനി നാളെ തെങ്കാശി പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തെങ്കാശി പോയി നോക്കിയപ്പോൾ അവിടെ എന്തൊരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ കഥയ്ക്ക് വേണ്ട കറക്റ്റ് സ്ട്രീറ്റ്, അങ്ങനത്തെ ടൈപ്പ് വീടുകൾ, അങ്ങനെ കറക്റ്റ് സാധനം. അപ്പോൾ സാറ് പറഞ്ഞു, സാറേ ഇങ്ങനെ ഇത് കറക്റ്റാണല്ലോ, എൻ്റെ രസമുണ്ടല്ലോ, കറക്റ്റാണല്ലോ, ഞാൻ നാളെ ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വന്നു. പിന്നെ എനിക്ക് കഥ പറയുന്നത് കർണാടക ഗ്രാമമാണ് കഥയിൽ, പക്ഷെ ഷൂട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. പക്ഷെ ഞാൻ ഈ യാത്ര എനിക്ക് ഈ തെങ്കാശി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഈ സ്ഥലത്തിനെ കർണാടകയിലുള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. അത്രമാത്രം അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാൻ നടന്നും സൈക്കിൾ ഓടിയിട്ടും ബൈക്കിന് പുല്ലിൽ പോയും കണ്ടിട്ടുള്ള ഒരു കാഴ്ചകൾ എനിക്ക് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് എനിക്കത് വളരെ ഭംഗി. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റൻഷനലി ലോഹിത് സാർ അങ്ങനെ വിട്ടതാണ്. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നിപ്പോൾ സാറിൻ്റെ അടുത്ത് ഇത്രയും സംസാരിച്ച് കഴിയുമ്പോൾ. കാരണം നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇനിയും പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ മുന്നിലേക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യു ആൻഡ് താങ്ക് യു സോ മച്ച് സർ. ഓസ്കാർ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ ആടുജീവിതത്തിലൂടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ.